ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുനലൂർ, കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്തുള്ള ഒരു തൂക്കുപാലത്തിൻ്റെ ഒരു റിവ്യൂ കാണിക്കുക. അതുപോലെ തന്നെ നല്ല അടിപൊളി കാഴ്ചയും. ഇതിനകത്ത് കുറച്ചേറെ 4 ഭാഗത്തും ഈ ഒരു പാലത്തിൻ്റെ അങ്ങേ എൻഡിലും ഇങ്ങേ എൻഡിലും 2 കിണർ വെച്ച് വരുന്നുണ്ട്. പക്ഷേ എന്തിനാന്നുള്ളത് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ എന്തൊരു ദുരൂഹത ഉണ്ടെന്നാണ്. ആൾക്കാർ ഇപ്പോൾ പൈസ ഇടാൻ തുടങ്ങി അതിനകത്ത്. 1877 ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണിത്. അവരുടെ ഇവിടെ കേരള തമിഴ്നാട് ഒരു ചരക്ക് കടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് അവരുടെ ചരക്കുകൾ കടത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു പാലമാണെന്നാണ് ഇത് പറയുന്നത്. ഇതുവരെ ഇതിൻ്റെ അകത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വേറൊരു പാലമില്ല. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന അതേ സ്ട്രക്ചറിലുണ്ടാക്കിയ ഒരു പാലമാണ്. അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് മാറ്റാൻ ആകെ പറ്റിയിരിക്കുന്ന ഈ ഒരു പലകേൻ്റെ മാത്രം ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ, ഇതിൻ്റെ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ മാറ്റാൻ പറ്റിയത് ഇതിൻ്റെ ഈ പാലങ്ങൾ മാത്രം. ബാക്കി ഒരു സാധനം ഇതുവരെ ആർക്കും മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്ത് തൂക്കുപാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അന്നത്തെ ദിവാൻ നാന്നുപിള്ള കല്ലടയാറിന് മുകളിലൂടെ പുനലൂർ തൂക്കുപാലം നിർമ്മിക്കാൻ 1871 അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് 1877 പണി പൂർത്തിയാക്കി. അതിന് 3 വർഷം ശേഷമാണ് തെക്കേ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു ഇത്. പൈസ ഇട്ടിട്ടുണ്ടല്ലോ, പൈസ കിണറിന്റെ ഇത് പാലത്തിന്റെ അങ്ങേറ്റം ഇങ്ങേറ്റത്തും ഉണ്ടോ? 2 കിണർ അവിടെ ഉണ്ടോ? കിണർ കിണറിന്റെ അടിയിലാണ് ഇത് ലോക്ക് ചെയ്തേക്കുന്ന പറയുന്നത്. അല്ലാതെ ഇപ്പം ഇത് വരേണ്ട ആവശ്യമില്ല അല്ലേ? ഇതും അതുപോലെ തന്നെ അല്ലേ? ചിലപ്പോ ഈ സ്ലാബിന്റെ ഇവിടെ ഇതിന്റെ അടിയിലായിരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പണ്ടത്തെ കേട്ട് വരുന്നത് അങ്ങനത്തെ ഒരു കഥയാണ്. പിന്നെ ഇത് ഫുള്ള് മരത്തിന്റെ തന്നെ അല്ലേ? എല്ലാരും കൂടെ പോണം, ഒരാളായിട്ട് എല്ലാരും കൂടെ പോകുന്നത്. ശംഖ് ഉണ്ടാക്കി നോക്കി, ശംഖ് ഇരിക്കുന്നുണ്ട്. ഇത്ര അറിയത്തിലാണ്. അതല്ലേ അല്ല ഇനി ഇവർ ഈ പണീന്റെ ഈ വർക്കുകൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇത് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. മറ്റേ ലോക്കുകളെ ഇവരത് ഒളിപ്പിച്ച് വെക്കുന്ന രീതിയിലേ, മറ്റുള്ള ആരും അറിയണ്ടെന്നുള്ള രീതിയിൽ അതിനു വേണ്ടി ഇത്രയും നാളായിട്ട് ഇതിനകത്ത് മാറ്റിയിട്ടുള്ളതേ ഈ പലക മാത്രം മാറ്റാൻ പറ്റത്തില്ല. ഇതിന്റെ ഒരു ചെയിൻ പോലും അഴിക്കാൻ പറ്റത്തില്ല, അഴിച്ച് തിരിച്ചിടാൻ പറ്റത്തില്ല. നോക്കിയാലേ കിണറിന്റെ അടിയിലേ ഒരു ഹോള് കാണാം. അതിന്റെ അടിത്തട്ട് നോക്കിയോ, ആ തടിയിലെ വീണ് കിടക്കുന്നേ, അതിന്റെ അവിടെ ഒരു കല്ലിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഇതൊക്കെ എന്തോത്തിനാന്ന് എങ്ങനെയാണെന്നോ നമുക്ക് അറിയത്തില്ല. അവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ആൾക്കാര് പൈസ ഇടാൻ തുടങ്ങിയല്ലേ? ഇന്നത്തെ ഓരോരോ
എന്തോ ഒരു ദുരൂഹത ഇതിൻ്റെ അകത്തുണ്ട്. കാരണം എന്താന്ന് പക്ഷെ മനസ്സിലാകുന്നില്ല. ആയിരത്തി 1877 പണിത ഒരു ബ്രിട്ടീഷുകാരുടെ തൂക്കുപാലമാണ്. അന്നത്തെ ഇതിൽ വ്യവസായം അനുസരിച്ച് അവർ സാധനങ്ങളും മറ്റ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും കടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു തൂക്കുപാലാണ്. ഇതിനകത്ത് ഇപ്പോൾ മാറ്റാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വേറൊരു സാധനം മാറ്റാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഈ മരത്തിൻ്റെ പലക മാത്രം മാറ്റാന്നല്ലാതെ വേറൊരു സാധനവും ഇവിടുത്തെ ആൾക്കാർക്ക് അത് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവര് ചെയ്തിരിക്കുന്ന വർക്ക് അടിപൊളിയാണ്. കാരണം അതിനകത്തിരിക്കുന്ന ഒരു ശംഖുണ്ട്, ഒരു ശംഖിനെ കണ്ട 1877 എന്ന് പറഞ്ഞ ശംഖിന്റെ തന്നെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ ഓരോരുത്തരെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. പുനലു വന്ന് ചരക്ക് തമിഴ്നാട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടേ ഇത് ഇങ്ങനെ തെങ്കാശിയിലോട്ട് വന്നു. ഇത് പണ്ട് ഈ റോഡില്ല, അതുകൊണ്ട് ഈ പാലം വരുന്നതിന് മുന്നേ കെട്ടിയതാ ഇത് ബ്രിട്ടീഷുകാര്. തെങ്കാശി അങ്ങനെ ചരക്ക് എത്തിക്കാൻ വേണ്ടിട്ട് കെട്ടിയതാണ്. അന്നത്തെ സമയത്ത് ഇതിന്റെ ബലത്തിനെ കുറിച്ച് എന്നുവെച്ചാൽ ഇത് ഇടയ്ക്ക് പിന്നെ കുറെ നാൾ ഉപയോഗശൂന്യമായിട്ട് കിടന്നിട്ട് പിന്നെ ഇത് കുറെ വർഷങ്ങൾക്ക് വേണ്ടി ഇത് റിനോവേറ്റ് ചെയ്ത് അതിന് ഈ പലക മാറ്റി ശരിയായിരുന്നു. അന്ന് ഇതിന്റെ ബലത്തിനെ പറ്റി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. ഇതിന്റെ ബലത്തെ അവര് സ്ട്രെങ്ത് കാണിച്ചതേ 6 ആനയെ ഇതിനകത്തൂടെ നടത്തിച്ചോണ്ട് ഇതിന്റെ അപ്പുറത്തോട്ടുണ്ട്. ഒരേ സമയം 6 ആന ഈ പാലത്തിൽ കൂടി കയറി ഇറങ്ങി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.